സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രൗണ്ട് ഓർക്കിഡ് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് നടാമെന്നുള്ളതാണ്. വലിയ പരിചരണമൊന്നുമില്ലാതെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്നതാണ് ഈ ചെടി. നടുന്നത് മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ പൂക്കളും കൃഷികളും ഒക്കെ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് എപ്പോഴും പൂക്കളായിട്ട് ഭംഗിയായിട്ട് നിൽക്കുന്നൊരു ചെടിയാണ്. പൂന്തോട്ടം അലങ്കരിക്കാൻ ഏറ്റവും നല്ലൊരു ചെടിയാണ് ഗ്രൗണ്ട് ഓർക്കിഡ്. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ഏതൊക്കെ കളറാണുള്ളതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കാണുന്ന കമൻറ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോൾ ശരിക്കും വർഷങ്ങളോളം നിൽക്കുന്നതാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ചെടി. ഇടയ്ക്ക് ഇതിൻ്റെ തൈകൾ വരുന്നതനുസരിച്ച് മാറ്റി വെച്ചാൽ നമുക്ക് കുറേ തൈകൾ ഇതിൻ്റെ ചെയ്യാനായിട്ട് പറ്റും. ഈ ചെടി വർഷങ്ങളോളം നിൽക്കും. അതുകൊണ്ട് ചെടി നടുമ്പോൾ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ചെടി നമുക്ക് ആഴക്കായി പോകും. അത് നല്ല രീതിയിലാണ് പോട്ട് ചെയ്യുന്നതെങ്കിൽ ഒത്തിരി കാലം നല്ലതായി നിൽക്കും. ഇത് നടുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഗ്രൗണ്ട് ഓർക്കിഡ് നടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു പോട്ട് എടുക്കണം. നല്ല ഇങ്ങനെ ഓപ്പണായിട്ടിരിക്കുന്ന ഒരു പോട്ടാണ് നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് നടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഒത്തിരി വേരൊന്നും താഴോട്ട് പോകാത്തത് കൊണ്ട് നമുക്ക് ഇതുപോലുള്ളൊരു പോട്ടാണ് എപ്പോഴും നല്ലത്. സിമൻറ്റ് പോട്ട് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് പ്ലാസ്റ്റിക് പോട്ട് വേണമെങ്കിലും എടുക്കാം. നല്ല ഡ്രെയിനേജ് ഹോളൊക്കെ ഉള്ള നല്ലൊരു പോട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ഒരു പോട്ട് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അളവാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ പോട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മണ്ണും കുറച്ച് ചകിരിച്ചോറും വേണം. ആദ്യം നമുക്ക് വേണ്ടത് എല്ലുപൊടിയാണ്. അതൊരു കൈപ്പിടി അളവിൽ നമുക്ക് എടുക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് ചാണകപ്പൊടിയാണ്. നല്ലതായിട്ട് ഇത് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയാണ്. അതും ഒരു കൈപ്പിടി അളവിൽ നമുക്ക് ചേർക്കാം. അടുത്തത് കുറച്ച് കടലപ്പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്കുണ്ടെങ്കിൽ അത് ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഉള്ളിത്തോലും മുട്ടത്തോടും എല്ലാം വെയിലത്ത് വെച്ച് ഉണക്കി ചെറുതായിട്ടൊന്ന് പൊടിച്ചതാണ്. ഇത് നമുക്ക് മറ്റു ചെടികൾക്കും ഒക്കെ ഇടാം. ഇത് നമുക്ക് ഒരു കൈപ്പിടി അളവിൽ നമുക്ക് ഇതും ചേർക്കാം. നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ തോലൊക്കെ നമുക്ക് ഇതിൻ്റെ വേരിന് നല്ല ബലം കിട്ടാനൊക്കെ ആയിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പം ഇതാണെങ്കിൽ നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന സാധനമാണല്ലോ. അപ്പം നമുക്കിതിങ്ങനെ ഉപയോഗിക്കാമെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ചെടി പൂവിടാനും ഒക്കെ ഇതൊത്തിരി സഹായിക്കും. അടുത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കുറച്ച് ചകിരിയാണ്. ഇത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് എടുക്കുവാണെങ്കിൽ അതാണ് നല്ലത്. ഇത് കുറച്ച് പഴയതാണ്. ഇത് നമുക്ക് കുറച്ച് ചേർക്കാം. അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് കരിയാണ്. അത് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചത് എടുക്കാമെങ്കിൽ അതായിരിക്കും നല്ലത്. കട്ടയായിട്ടുള്ള കരി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കരിയാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അതിന് പ്രത്യേകിച്ച് അങ്ങനെ അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. വെള്ളത്തിലിട്ടതായിരിക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ മഴയൊക്കെ കൊണ്ട് കിടന്ന് അങ്ങനെ ഉള്ളതാണെങ്കിലും അതായാലും മതി. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇങ്ങനെ വേറൊരു പാത്രത്തിലിട്ട് ചെയ്യുവാണെങ്കിൽ അതാണ് നല്ലത്. കരിയില കമ്പോസ്റ്റൊക്കെ ഉണ്ട്, അതും നമുക്കിടാം. നമ്മൾ ഈ ഡ്രെയിനേജ് ഹോളൊന്നും അടഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് ഇഷ്ടികയുടെ കഷ്ണങ്ങൾ വെക്കാം, അല്ലെങ്കിൽ ഓടും കഷ്ണം ഇട്ടാലും നല്ലതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് നല്ല രീതിയിൽ പൂവിടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പകുതി ഒന്ന് ഇത് നിറച്ചെടുക്കണം. ചട്ടിയുടെ പകുതി നല്ല രീതിയിലൊന്ന് നിറച്ചെടുക്കുക. നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വേരധികം അങ്ങ് താഴോട്ട് പോകത്തില്ല. സൈഡിൽ നിന്ന് അതിൻ്റെ തൈകളൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നത്. എന്നിട്ട് നമ്മുടെ ഈ പ്ലാന്റ് നമുക്ക് കാണാം, ഇത് കണ്ടോ ഒരു ചെറിയ ഉള്ളി പോലുള്ള, അത് എപ്പോഴും നമ്മൾ മേളി വേണം നടാനായിട്ട്, അല്ലെങ്കിൽ അത് ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യും പെട്ടെന്ന്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ നടാൻ വേണ്ടിയിട്ട്.
ഇതിപ്പോൾ നമ്മൾ നിറച്ചു. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു മണ്ണ് ഇവിടെ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നല്ല ഒരു റിസൾട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടി വളരുകയും പൂവിടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ചെടി ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ തണലത്ത് മാറ്റി വെക്കുക. ഇതിന് വെയിൽ ആവശ്യമാണ്, എന്നാൽ ഒരുപാട് അങ്ങ് വെയിലടിക്കുമ്പോൾ ഇതിൻ്റെ ഈ ഇലയുടെ ഈ തുമ്പൊക്കെ ഇങ്ങനെ കരിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിടിച്ച് കിട്ടുന്നിടം വരെ കുറച്ച് ഭാഗം ഒന്ന് തണലത്ത് വെക്കണം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.